10ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ എല്ലാ മക്കൾക്കും ബയോളജി മൈ പാഷനിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ബയോളജിയിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ സീരീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ കോൺസെപ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. ഇതേ തുടർന്ന് നമുക്ക് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസും കോമ്പിറ്റൻസി ബേസ്ഡ് ക്വസ്റ്റ്യൻസും ചെയ്യാം. അതോടൊപ്പം തന്നെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും ഫിസിക്സ് കെമിസ്ട്രി ബയോളജിയിലെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും ന്യൂമറിക്കൽസ് ഫിസിക്സ് ന്യൂമറിക്കൽസും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ബയോളജി മൈ പാഷനിൽ ക്വസ്റ്റ്യൻസ് ക്ലാസ് 10 എന്ന് സെർച്ച് ചെയ്താൽ ലഭിക്കുന്നതാണ്. അതല്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ അറിവിലേക്കായി പറയുന്നു, ഈ ചാനലിൽ ഞാൻ എല്ലാ വീഡിയോസും ഇംഗ്ലീഷിലും മലയാളത്തിലും പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ക്ലാസ് 9ൻ്റെ ബയോളജി ചാപ്റ്റേഴ്സും ക്ലാസ് 12ൻ്റെ എല്ലാ ചാപ്റ്റേഴ്സും നീറ്റ് ലെവലിലും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ക്ലാസ് 11 തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട്. ഇതുകൂടാതെ ലൈഫ് പ്രോസസ്സ് എന്ന ചാപ്റ്ററിലെ 50 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് 50 ഷോർട്ട് വീഡിയോസായിട്ടും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കതും നോക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് താമസമില്ലാതെ ക്വസ്റ്റ്യൻസ് നോക്കാം. ഇന്ന് പാർട്ട് 2-ൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷനാണ്. ആദ്യത്തെ ചോദ്യം ഇതാണ്: ഗ്ലോട്ടിസും എപ്പിഗ്ലോട്ടിസും എന്തെന്നുള്ളതാണ്. നമ്മുടെ ശ്വസന നാളിയുണ്ട്, അതിനെ പറയുന്ന പേരാണ് ട്രക്കിയ അഥവാ വിൻഡ് പൈപ്പ്. ആ ശ്വസന നാളിയുടെ മുഖത്തെയാണ് അല്ലെങ്കിൽ ഓപ്പണിങ്ങിനെയാണ് നമ്മൾ പറയുന്നത് ഗ്ലോട്ടിസ് എന്ന്. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഈ ഭക്ഷണം ഫുഡ് പൈപ്പിലേക്കാണ് പോകേണ്ടത്, അന്നനാളത്തിലേക്ക്. പക്ഷേ ചില സമയങ്ങളിൽ നമ്മൾ സംസാരിക്കുകയോ ചിരിക്കുകയോ ഒക്കെ ചെയ്താൽ ഈ ഫുഡ് എങ്ങോട്ട് പോകാൻ ചാൻസ് ഉണ്ട്? നമ്മുടെ വിൻ പൈപ്പിൽ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് തടയാനായിട്ട് അവിടെ ഒരു കാർട്ടിലേജിനസ് ഫ്ലാപ്പ് ഉണ്ട്. കാർട്ടിലേജ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു അടപ്പ് പോലത്തെ ഒരു ഫ്ലാപ്പ് ഉണ്ട്. അത് ക്ലോസ് ചെയ്തിട്ട് ഈ ഫുഡിനെ വിൻ പൈപ്പിൽ പോകാതെ തടയുന്നു. ഈ ഫ്ലാപ്പിനെ പറയുന്ന പേരാണ് എപ്പിഗ്ലോട്ടിസ്. നെയിം വേരിയസ് ഗ്ലാൻസ് അസോസിയേറ്റഡ് വിത്ത് അലിമെൻ്ററി കനാൽ. നമ്മുടെ അലിമെൻ്ററി കനാലിലേക്ക് തുറക്കുന്ന 3 ഗ്ലാൻസ് ആണ് മെയിനായിട്ടുള്ളത്. ആദ്യത്തേത് സലൈവറി ഗ്ലാൻസ്. അത് 3 പെയേഴ്സ്, അതായത് ടോട്ടലി 6 ഗ്ലാൻസ് ഉണ്ട്. അവയുടെ സെക്രീഷനായ സലൈവയാണ് നമ്മുടെ വായിലേക്ക് ഒഴുകുന്നത്. അതുപോലെ ലിവർ ഒരു വലിയ ഗ്ലാൻഡാണ്. ഈ ലിവറിൻ്റെ സെക്രീഷനായ ബൈല് നമ്മുടെ ചെറുകുടലിലേക്ക് തുറക്കുന്നു. അതോടൊപ്പം തന്നെ പാൻക്രിയാസിൽ നിന്നുള്ള പാൻക്രിയാറ്റിക് എൻസൈംസും, അതായത് പിത്താശയത്തിൽ നിന്നുള്ള സെക്രീഷൻസും ഈ ബൈലിനോടൊപ്പം തന്നെ ചെറുകുടലിലേക്ക് തുറക്കുന്നു. ഇനി ഇത് കൂടാതെ നമ്മുടെ വയറിൻ്റെ ഉൾഭാഗത്ത് കുറച്ച് ഗ്ലാൻസ് ഉണ്ട്. അതിൻ്റെ സെക്രീഷൻസും നമ്മുടെ ഡൈജഷൻ അത്യാവശ്യമാണ്. അതിനെ നമ്മൾ ഗ്യാസ്ട്രിക് ഗ്ലാൻസ് എന്നാണ് വിളിക്കുന്നത്. ചെറുകുടലിൻ്റെ ഭിത്തിയിലും ധാരാളം ഗ്ലാൻസ് ഉണ്ട്. നമ്മളവയെ ഇൻറ്റസ്റ്റിനൽ ഗ്ലാൻസ് എന്ന് പറയുന്നു. അവയുടെ സെക്രീഷനിലും ദഹനത്തിനാവശ്യമായ ധാരാളം എൻസൈംസ് ഉണ്ട്. വൈ ഈസ് പാൻക്രിയാസ് കൺസിഡേർഡ് എ ഹെറ്ററോക്രൈൻ ഗ്ലാൻഡ്? നമ്മുടെ ശരീരത്തിലെ ഗ്ലാൻസിനെ നമ്മൾ 2ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്: എൻഡോക്രൈൻ ഗ്ലാൻസും എക്സോക്രൈൻ ഗ്ലാൻസും. എൻഡോക്രൈൻ ഗ്ലാൻഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്ന ഗ്ലാൻസ് ആണ്. അതേസമയം മിൽക്ക്, എൻസൈം, വാക്സ്, മ്യൂക്കസ് ഇതൊക്കെ സെക്രീറ്റ് ചെയ്യുന്ന ഗ്ലാൻസിനെ നമ്മൾ പറയുന്നത് എക്സോക്രൈൻ ഗ്ലാൻഡ് എന്നാണ്. അപ്പോൾ പാൻക്രിയാസിന് ഈ 2 സ്വഭാവവുമുണ്ട്. പാൻക്രിയാസ് ഇൻസുലിൻ പോലുള്ള ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിനെ എൻഡോക്രൈൻ ഗ്ലാൻഡ് എന്ന് പറയാം. അതേസമയം പാൻക്രിയാസ് ദഹനത്തിനാവശ്യമായ രാസാഗ്നികളും സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അതിനെ എക്സോക്രൈൻ ഗ്ലാൻഡ് എന്ന് പറയുന്നു. ഇത് രണ്ടും കൂടി ചേരുന്നത് കൊണ്ടാണ് പാൻക്രിയാസിനെ നമ്മൾ ഹെറ്ററോക്രൈൻ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് ബൈൽ? ലിസ്റ്റ് വേരിയസ് ഫങ്ഷൻസ് ഓഫ് ബൈൽ. ബൈൽ എന്നത് നമ്മുടെ കരളിൻ്റെ ഒരു സെക്രീഷനാണ്. പക്ഷേ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ബൈൽ ഒരു രാസാഗ്നി അല്ല. ഇത് വെറും ഒരു സെക്രീഷനാണ്. ബൈലിന് 2 മെയിൻ ഫങ്ഷൻസ് ആണ് ഉള്ളത്. ഒന്ന്, വലിയ ഫാറ്റ് മോളിക്യൂൾസിനെ, കൊഴുപ്പിൻ്റെ വലിയ മോളിക്യൂൾസിനെ ചെറുതായിട്ട് വിഘടിപ്പിക്കുന്ന പ്രക്രിയ. അതിനെ പറയുന്ന പേരാണ് ഇമൾസിഫിക്കേഷൻ. ഇത് ചെയ്താൽ മാത്രമേ എൻസൈംസിന് ഈ ചെറിയ മോളിക്യൂൾസിനെ വിഘടിപ്പിക്കാൻ കഴിയുകയുള്ളൂ. അതുപോലെ നമ്മുടെ സ്റ്റൊമക്ക് അല്ലെങ്കിൽ ആമാശയത്തിൽ നിന്ന് വരുന്ന ഭക്ഷണം വളരെ അസിഡിക്കാണ്. അവിടെ ഹൈഡ്രോക്ലോറിക് ആസിഡുമായി മിക്സ് ചെയ്തിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പിത്താശയം, പാൻക്രിയാസിൽ നിന്ന് വരുന്ന രാസാഗ്നികൾക്ക് അവയെ ദഹിപ്പിക്കാൻ സാധ്യമല്ല. അപ്പോൾ ഈ ഫുഡിനെ ആദ്യം ആൽക്കലൈൻ അല്ലെങ്കിൽ ക്ഷാരഗുണമുള്ളതാക്കി മാറ്റുന്ന ഒരു പ്രക്രിയയാണ് ബൈൽ ചെയ്യുന്നത്. വാട്ട് ആർ വില്ലൈ? റൈറ്റ് ദെയർ ഫങ്ഷൻസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ചെറുകുടലിൻ്റെ ഭിത്തിയിൽ ധാരാളം ഫിംഗർ ലൈക്ക് വിരലുകൾ പോലെ ഉള്ള ചെറിയ ചെറിയ സ്ട്രക്ചേഴ്സ് കാണാം. ഇവയെ പറയുന്ന പേരാണ് വില്ലൈ. അതിൻ്റെ സിംഗുലറായിട്ട് പറയുന്നത് ഏകപദം വില്ലസ് എന്നാണ്. ഇതിൻ്റെ ഫങ്ഷൻ എന്നത് ഇൻക്രീസ് ദ സർഫസ് ഏരിയ ഓഫ് അബ്സോർപ്ഷൻ എന്നാണ്. കാരണം ചെറുകുടലിലാണ് ദഹനം കംപ്ലീറ്റ് ആകുന്നതും അതിൽ നിന്ന് ഉള്ള പോഷണം നമ്മുടെ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യുന്നതും. അപ്പോൾ ഈ മാക്സിമം ആഗിരണം ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ സർഫസ് ഏരിയ കൂട്ടാനായിട്ടാണ് ഈ വില്ലൈ നമ്മളെ സഹായിക്കുന്നത്.
ഡിസ്ക്രൈബ് ന്യൂട്രീഷൻ ഇൻ അമീബ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഡയഗ്രാം. അമീബ ഒരു ഏകകോശ ജീവിയാണ്. ഈ അമീബയുടെ ഫുഡ് എന്ന് പറയുന്നത് അമീബയുടെ ശരീരത്തിൽ നിന്ന് മുന്നിലേക്ക് തള്ളുന്ന ചില ടെമ്പററി ആയിട്ടുള്ള സ്ട്രക്ചേഴ്സാണ്. നമ്മളതിനെ സ്യൂഡോപോഡിയം എന്ന് പറയുന്നു. അത് മുന്നിലേക്ക് വന്നിട്ട് ആ ഫുഡ് പാർട്ടിക്കിളിനെ ചുറ്റും കവർ ചെയ്തിട്ട് ഒരു ഫുഡ് വാക്യൂൾ ഉണ്ടാക്കുന്നു. അതിനുശേഷം ഫുഡ് ഈ വാക്യൂളിനകത്ത് ട്രാപ്പ് ആവുകയും അതിലേക്ക് കൂടുതൽ എൻസൈംസിനെ സെക്രീറ്റ് ചെയ്തിട്ട് ആ കോംപ്ലക്സ് ആയിട്ടുള്ള ഫുഡ് പാർട്ടിക്കിളിനെ വിഘടിച്ച് സിമ്പിളാക്കിയിട്ട് ആ പോഷകത്തിനെ ഡിഫ്യൂഷൻ വഴി അകത്തേക്ക് എടുക്കുന്നു. ബാക്കിയുള്ള വേസ്റ്റിനെ അത് പുറന്തള്ളുകയും ചെയ്യുന്നു. ഇതെല്ലാം ഡിഫ്യൂഷൻ കൊണ്ടാണ് സംഭവിക്കുന്നത് എന്ന് നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻസിൽ പഠിച്ചു. ഈ കാണിച്ചിരിക്കുന്നത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ഡയഗ്രമാണ്. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡയഗ്രമാണ്. വരച്ച് പഠിക്കുക. വളരെ സിമ്പിളാണ് എങ്കിലും വരച്ച് പഠിക്കുക. ലേബലിംഗ് നോക്കി വയ്ക്കുക. ഇനി ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? നമ്മുടെ ആമാശയത്തിനുള്ളിലാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് സെക്രീറ്റ് ആവുന്നത്. ഇതിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ആഹാരത്തിലുള്ള ജേംസിനെയൊക്കെ നശിപ്പിക്കുക എന്നുള്ളതാണ്. അതുമാത്രമല്ല, പ്രോട്ടീനിനെ ദഹിപ്പിക്കാനുള്ള രാസാഗ്നിയായ പെപ്സിനോജൻ എന്ന ഒരു ഇനാക്റ്റീവ് ഫോമിലാണ് വയറിനുള്ളിൽ കാണുന്നത്. അപ്പോൾ ഇതിനെ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് ഈ ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ അമ്ലഗുണം സഹായിക്കുന്നു. മെൻഷൻ ദ റോൾ ഓഫ് ദി ഫോളോയിങ് എൻസൈംസ് ഇൻ ഡൈജഷൻ. നിങ്ങളുടെ 10ാം ക്ലാസ്സിലെ ലെവലിൽ നിങ്ങൾ 4 എൻസൈം മാത്രമേ പഠിക്കുന്നുള്ളൂ, കൂടുതൽ എൻസൈംസ് ഇൻവോൾവ് ആയിട്ടുണ്ടെങ്കിലും. ഇതിൽ ഈ 4 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ സെക്രീറ്റ് ചെയ്യുന്ന ഭാഗവും അതിൻ്റെ സെക്രീഷൻ്റെ ഫംഗ്ഷനും നിങ്ങൾ നന്നായി പഠിച്ചു വയ്ക്കുക. ആദ്യത്തേത് അമൈലേസ് ആണ്. അമൈലേസ് 2 ഇടത്ത് വരുന്നുണ്ട്. സലൈവറി അമൈലേസ് എന്ന് നമ്മൾ പഠിക്കുന്നത് സലൈവറി ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന സലൈവയിൽ അടങ്ങിയിരിക്കുന്നതാണ്. അതേസമയം പാൻക്രിയാസും അമൈലേസ് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. അതിനെ നമ്മൾ പാൻക്രിയാറ്റിക് അമൈലേസ് എന്നാണ് പറയുന്നത്. അമൈലേസിൻ്റെ ഫംഗ്ഷൻ ഒരു കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ആയ സ്റ്റാർച്ചിനെ വിഘടിപ്പിക്കുക എന്നതാണ്. ഇനി രണ്ടാമത്തെ എൻസൈം എന്ന് പറയുന്നത് പെപ്സിനാണ്. പെപ്സിൻ ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മുടെ ആമാശയത്തിനുള്ളിലാണ്. ഇത് പ്രോട്ടീനിനെ വിഘടിപ്പിക്കാൻ സഹായിക്കുന്നു. മൂന്നാമത്തെ എൻസൈം ട്രിപ്സിനാണ്. ഇതും പ്രോട്ടീനിനെ ദഹിപ്പിക്കാൻ സഹായിക്കുന്ന എൻസൈമാണ്. പക്ഷേ ഇത് ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മുടെ പിത്താശയമാണ്, പാൻക്രിയാസ് ആണ്. അവിടെ നിന്നും അത് നമ്മുടെ ചെറുകുടൽ അല്ലെങ്കിൽ സ്മോൾ ഇൻറ്റസ്റ്റൈനിലെത്തിയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇനി നാലാമത്തെ എൻസൈം ലിപ്പേസ് ആണ്. ലിപ്പേസും പാൻക്രിയാസ് ആണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇത് ചെറുകുടലിലെത്തി അവിടെ ഫാറ്റിനെ ഡൈജസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നു. എക്സ്പ്ലെയിൻ പ്രോട്ടീൻ ഡൈജഷൻ ഇൻ മാൻ. പ്രോട്ടീൻ ഡൈജഷൻ ആരംഭിക്കുന്നത് നമ്മുടെ ആമാശയത്തിലാണ്. അവിടെ പെപ്സിനോജൻ പെപ്സിനായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. പെപ്സിൻ പ്രോട്ടീനിനെ ദഹിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ പാൻക്രിയാസിൽ നിന്നുള്ള ട്രിപ്സിൻ ചെറുകുടലിൽ വെച്ചിട്ടും നമ്മുടെ പ്രോട്ടീനിനെ വിഘടിപ്പിക്കുന്നു അല്ലെങ്കിൽ ദഹിപ്പിക്കുന്നു. ഡിഫൈൻ പെരിസ്റ്റോൾസിസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ആലിമെൻ്ററി കനാലിൻ്റെ വോൾസ് വളരെ റിഥമിക്കായിട്ട് അതിൻ്റെ മസിൽസ് ചുരുങ്ങുകയും വികസിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ റിഥമിക് കോൺട്രാക്ഷനും റിലാക്സേഷനും പറയുന്ന പേരാണ് പെരിസ്റ്റോൾസിസ്. ഇത് എന്തിനാണെന്ന് പറഞ്ഞാൽ ഈ ഫുഡിനെ മുന്നോട്ട് തള്ളി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. ഹെർബിവോസ് ഹാവ് ലോങ്ങർ സ്മോൾ ഇൻറ്റസ്റ്റൈൻ ദാൻ കാർണിവോസ്. ഗീവ് റീസൺ. സസ്യഭുക്കുകളുടെ ചെറുകുടൽ എന്ന് പറയുന്നത് മാംസഭുക്കുകളുടേതിനേക്കാൾ വലുതാണ്. പല ജീവികളിലും അവരുടെ ചെറുകുടലിൻ്റെ നീളം അവരുടെ ഭക്ഷണ രീതിയെ ആശ്രയിച്ചിരിക്കുന്നു. സസ്യഭുക്കുകൾ കഴിക്കുന്ന പ്ലാന്റിൻ്റെ ബേസ്ഡ് ആയിട്ടുള്ള ആഹാരത്തിൽ സെല്ലുലോസ് അടങ്ങിയിട്ടുണ്ട്. കാരണം പ്ലാന്റ് സെല്ലിൻ്റെ കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്നത് സെല്ലുലോസ് കൊണ്ടാണ്. അപ്പോൾ ഈ സെല്ലുലോസ് ഡൈജസ്റ്റ് ചെയ്യാൻ അല്പം സമയമെടുക്കും. അത് പാടായതുകൊണ്ട് തന്നെ സസ്യഭുക്കുകൾക്ക് വളരെ നീളമുള്ള ചെറുകുടലാണ് ഉള്ളത്. മാംസഭുക്കുകളുടെ ആഹാരം താരതമ്യേന ദഹിക്കാൻ എളുപ്പമായതുകൊണ്ട് അവയുടെ ചെറുകുടൽ ചെറുതാണ്. വിച്ച് 2 compounds are formed after hydrolyzing fats? ഇവിടെ ഹൈഡ്രോലൈസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദഹനം എന്നതാണ്. ഫാറ്റിനെ അല്ലെങ്കിൽ കൊഴുപ്പിനെ ദഹിപ്പിച്ചാൽ കിട്ടുന്നത് ഫാറ്റി ആസിഡ്, ഗ്ലിസറോൾ എന്നീ 2 ഘടകങ്ങളാണ്. നെയിം ദ ടൈപ്സ് ഓഫ് ഹെറ്റിറോട്രോഫിക് ന്യൂട്രീഷൻ. ഹെറ്റിറോട്രോഫിക് ന്യൂട്രീഷനിൽ ഒരു ജീവി തൻ്റെ ആഹാരം അല്ലെങ്കിൽ പോഷണത്തിന് വേണ്ടി മറ്റ് ജീവികളെ ആശ്രയിക്കുന്ന പ്രക്രിയയാണ്. ഇത് 3 തരത്തിലുണ്ട്. ഒന്നാമതായി ഹോളോസോയിക് ന്യൂട്രീഷൻ, അതായത് ഭക്ഷണത്തിനെ ശരീരത്തിനുള്ളിൽ എടുത്തതിന് ശേഷം ദഹിപ്പിക്കുന്ന രീതിയാണിത്. മനുഷ്യരിലൊക്കെ കണ്ടുവരുന്നത് ഹോളോസോയിക് ന്യൂട്രീഷനാണ്. അതേസമയം രണ്ടാമത്തെ പാരസൈറ്റിക് ന്യൂട്രീഷനിൽ ഈ പാരസൈറ്റ് അല്ലെങ്കിൽ പരാതം ഒരു ഹോസ്റ്റിൻ്റെ ശരീരത്തിൽ ജീവിച്ച് അതിൽ നിന്ന് പോഷണം മാത്രം ആഗിരണം ചെയ്തെടുക്കുന്നു, എന്നാൽ അവയെ കൊല്ലുകയുമില്ല. മൂന്നാമത്തേത് സാപ്രോഫൈറ്റിക് എന്ന് പറയുന്നത് നമ്മുടെ ഫംഗസ് ഒക്കെ വരുന്ന ഗ്രൂപ്പാണ്. ഈ സാപ്രോഫൈറ്റിക് ന്യൂട്രീഷൻ കണ്ടുവരുന്നത് സാധാരണ ഫംഗസിലാണ്. അവ
ഡെഡ് ഡീകമ്പോസ് മാറ്ററിലാണ് ഫീഡ് ചെയ്യുന്നത്. കാരണം അവയ്ക്ക് അകത്ത് ദഹിപ്പിക്കാനുള്ള കഴിവില്ല. അപ്പോൾ രാസാഗ്നികളെ പുറത്തേക്ക് സെക്രീറ്റ് ചെയ്തിട്ട് ദഹിപ്പിച്ച പോഷണം മാത്രം ഉള്ളിലേക്ക് എടുക്കുകയാണ് അവ ചെയ്യുന്നത്. ഐഡൻറ്റിഫൈ ദ മോഡ് ഓഫ് ന്യൂട്രീഷൻ ഇൻ ഫംഗൈ. ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഫംഗയിലുള്ള മോഡ് ഓഫ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത് സാപ്രോഫൈറ്റിക് ന്യൂട്രീഷനാണ്. വെയർ ഡസ് ദ ഡൈജഷൻ ഓഫ് പ്രോട്ടീൻസ് ബിഗിൻ? പ്രോട്ടീൻസിൻ്റെ ഡൈജഷൻ ആരംഭിക്കുന്നത് സ്റ്റമക്കിലാണ്. ഗിവ് എക്സാമ്പിൾസ് ഓഫ് പ്ലാന്റ് ആൻഡ് ആനിമൽ പാരസൈറ്റ്സ്. പരാദജീവികൾ. പ്ലാന്റിലെ പാരസൈറ്റിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് കസ്ക്യൂട്ട അഥവാ അമർബൽ എന്ന ചെടിയാണ്. ആനിമൽ പാരസൈറ്റ്സിന് എക്സാമ്പിൾ ടിക്സ്, ലൈസ്, പേന, ലീച്ച്, കുളയട്ട, ദെൻ ടേപ്പ്വോം, നാടവിര എന്നിവയാണ്. വാട്ട് ഈസ് ഹോളോസോയിക് ന്യൂട്രീഷൻ? ഞാൻ നേരത്തെ പരാമർശിച്ചതുപോലെ ഭക്ഷണത്തെ പൂർണ്ണമായും അകത്തെടുത്തതിന് ശേഷം ശരീരത്തിനുള്ളിൽ വെച്ച് ദഹിപ്പിക്കുന്നതാണ് ഹോളോസോയിക് ന്യൂട്രീഷൻ. നമ്മളാണ് അതിന് എക്സാമ്പിൾ, ഹ്യൂമൻ ബീങ്സ്. റൈറ്റ് ദ ഫങ്ഷൻസ് ഓഫ് ലാർജ് ഇൻറ്റസ്റ്റൈൻ. വൻകുടലിൻ്റെ ഫങ്ഷൻ എന്താണ്? വൻകുടലിന് എത്തുന്നതിന് മുൻപ് തന്നെ ദഹന പ്രക്രിയ പൂർത്തിയായി കഴിയുന്നു. അത് ചെറുകുടലിലാണ് സംഭവിക്കുന്നത്. അപ്പോൾ വൻകുടലിന് 2 ഫങ്ഷൻസ് ആണുള്ളത്. ദഹനത്തിന് ശേഷമുള്ള ദഹിക്കാത്ത ബാക്കിയുള്ള ഭക്ഷണം, വേസ്റ്റ്, അത് വൻകുടലിലേക്ക് എത്തുന്നു. അവിടെ വെച്ച് അതിൽ നിന്നുള്ള ആവശ്യമായ ജലം വലിച്ചെടുക്കുക ചെയ്യുന്നു. അതോടൊപ്പം തന്നെ കുറച്ച് മ്യൂക്കസ് ഇതിലേക്ക് സെക്രീറ്റ് ചെയ്യുന്നു. വിച്ച് എൻസൈം ഡൈജസ്റ്റ് ഫാറ്റ്? കൊഴുപ്പിനെ അലിയിക്കുന്ന എൻസൈമിൻ്റെ പേരാണ് ലിപ്പേസ്. കൊഴുപ്പിൻ്റെ മറ്റൊരു പേര് ലിപ്പിഡ് എന്നാണ്. അപ്പോൾ ലിപ്പിഡിനെ ഡൈജസ്റ്റ് ചെയ്യുന്നത് ലിപ്പേസ് ആണ്. ഇനിയുള്ളത് ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ലിസ്റ്റ് ദ എൻഡ് പ്രോഡക്ട്സ് ഓഫ് ഡൈജഷൻ ഓഫ് സ്റ്റാർച്ച്, പ്രോട്ടീൻ ആൻഡ് ഫാറ്റ്സ്. സ്റ്റാർച്ചിനെ ദഹിപ്പിച്ചാൽ നമുക്ക് അവസാനമായി കിട്ടുന്നത് ഗ്ലൂക്കോസാണ്. പ്രോട്ടീനെ ദഹിപ്പിക്കുമ്പോൾ കിട്ടുന്നത് അമിനോ ആസിഡാണ്. ഫാറ്റിൻ്റെ ദഹനത്തിലൂടെ നമുക്ക് കിട്ടുന്നത് ഫാറ്റി ആസിഡ്, ഗ്ലിസറോൾ എന്നീ 2 ഘടകങ്ങളാണ്. ഇത്രയുമാണ് ഇതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബയോളജി മൈ പാഷൻ. താങ്ക് യു ഫോർ വാച്ചിങ്.